Welcome to Mindful for Happy Life Mindfulness Sessions. ഇന്നത്തെ ടോക്ക് മൈൻഡ്ഫുൾനെസ് എന്നാൽ എന്താണെന്നാണ്. മൈൻഡ്ഫുൾനെസ് നമ്മൾക്ക് പലവിടെയും നമ്മൾ കേട്ടിട്ടുണ്ടാവും. മൈൻഡ്ഫുള്ളായി ജീവിക്കുക, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ്, ഇങ്ങനെ പലവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ കൊച്ചിയിലെ റെസ്റ്റോറൻറ്റുകളിൽ ഞാൻ കണ്ടിരുന്നു മൈൻഡ്ഫുൾ മോർണിംഗ് എന്നൊരു ബോർഡ് അവിടെ വെച്ചിരിക്കുന്നു. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന അവിടെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിരുന്ന് ഞാൻ കണ്ടു. ചില ഹോട്ടലുകളിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ പലവിടെയും ഈ മൈൻഡ്ഫുൾ എന്നൊരു വാക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്. യഥാർത്ഥത്തിൽ ഈ മൈൻഡ്ഫുൾനെസ് എന്ന വാക്കിൻ്റെ അർത്ഥം മൈൻഡ് ഫുൾ ആവുക എന്നുള്ളതല്ല, മനസ്സ് പൂർണ്ണത ആവുക എന്നുള്ളതല്ല, ഫുൾ ആവുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൈൻഡ് ഫിൽഡ് വിത്ത് എംപ്റ്റിനെസ്, മൈൻഡിനെ ശൂന്യതയാക്കുക എന്നാണ് അർത്ഥം. മൈൻഡിനെ ശൂന്യതയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ചോദിക്കാം, അതെങ്ങനെ പോസിബിൾ? മനസ്സിനെ എങ്ങനെയാണ് ശൂന്യതയിലേക്ക് ആക്കുന്നത് എന്ന്. നമ്മുടെ മനസ്സ് എപ്പോഴും അലഞ്ഞു തിരിയുന്ന മനസ്സാണ്. ഒന്നില്ലെങ്കിൽ അത് പാസ്റ്റ് ടൈമിൽ പോയിട്ട് പാസ്റ്റ് ടൈമിൽ നിൽക്കും. ഇന്നലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താവും എന്നുള്ളൊരു ചോദ്യമുണ്ടോ? ഫ്യൂച്ചർ നമ്മൾ സേഫാണോ, സേഫ് അല്ല എന്നൊരു തോന്നലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടലായിട്ടൊരു ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഓഫ് സെൽഫ്, നമുക്കിങ്ങനെ പറയാം ഇൻസെക്യൂരിറ്റീസ് ഓഫ് സെൽഫ് എന്ന് പറയാം. ഓക്കെ, ഇൻസെക്യൂരിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതം സുരക്ഷിതമല്ല എന്നൊരു ചിന്ത മനസ്സിൽ വരും. അതായത് മൈൻഡ് വാണ്ടറിങ് നടക്കുമ്പോൾ അലഞ്ഞു തിരിയുന്ന മനസ്സ് എപ്പോഴും നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു പോയിന്റാണ് ഇൻസെക്യൂരിറ്റീസ് ഓഫ് സെൽഫ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഓഫ് ലൈഫ് എന്ന ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കും. മനസ്സിൽ തന്നെ അലഞ്ഞു തിരിയുന്ന മനസ്സിലാണ് ഇതുണ്ടാവുള്ളൂ. അതേസമയം നിങ്ങൾ പ്രസന്റ് മോമെന്റിലേക്ക് മനസ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രസന്റ് മോമെന്റിലേക്ക് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഹാപ്പിനെസ് ആണ്. മനസ്സിലായോ? അതായത് പ്രസന്റ് മൊമെന്റിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മെന്റൽ ആക്ടിവിറ്റീസ് കുറയും, നിങ്ങളുടെ ഇമോഷൻസ് കുറയും, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, നെഗറ്റീവ് തോട്ട്സ് കുറയും, അൺപ്ലസന്റ് ഫീലിങ്സ് കുറയും. അതെല്ലാം നിങ്ങൾ കുറയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. ഹാപ്പിനെസ് ഡസന്റ് ഹാവ് എനി കണ്ടീഷൻസ്. ഹാപ്പിനെസ്സിന് കണ്ടീഷൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ മെന്റൽ ആക്ടിവിറ്റീസ് കുറയുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഇല്ലാത്ത ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ്. അത് എംപ്റ്റിനെസ് ആണ്, ഹാപ്പി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ, ഇനി മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് എന്നാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിനെ പരിശീലിപ്പിക്കാതെ നമുക്കൊരിക്കലും പ്രസന്റ് മൊമെന്റിലേക്ക് മനസ്സ് സ്ഥിരമായി നിൽക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് വേണമെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ നിൽക്കും. സഡൻലി എന്ത് സംഭവിക്കും? പാസ്റ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതേ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. ഈ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ എന്നും നിലനിർത്തുന്ന പ്രാക്ടീസാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് മെഡിറ്റേഷൻസ് വഴി മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ എന്നും നിലനിർത്താൻ പറ്റും. 24 hours മൈൻഡ് പ്രസന്റ് മൊമെന്റിൽ നിൽക്കും. ഓക്കെ, അത് ആ അവസ്ഥ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെ ഒരു മനസ്സിന് കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുള്ളൂ. അതായത് അലഞ്ഞു തിരിയുന്ന മനസ്സിനെ നമ്മൾ പൂർണ്ണമായി പരിശീലിപ്പിച്ച് പ്രസന്റ് മൊമെന്റ് അവയർനെസ്, ഇന്ന് ഈ നിമിഷത്തിൽ മാത്രമായിരിക്കും മൈൻഡ് നിൽക്കുക. അതായത് മൈൻഡ് നിലകൊള്ളുന്നത് റിയാലിറ്റിയിലായിരിക്കും. മൈൻഡ് എപ്പോഴും റിയാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷം ഉണ്ടാവുള്ളൂ.
റിയാലിറ്റിയിലല്ലാതെ ഒരു ഡ്രീം വേൾഡിലാണ് മനസ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്നും നമുക്ക് ദുഃഖമാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക, സഫറിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതേ മൈൻഡ് നമ്മൾ പരിശീലിപ്പിച്ചിട്ട് പ്രസന്റ് മോമെന്റിലേക്ക് നിലകൊള്ളുന്ന ഒരു ടെക്നിക്സുകളാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ടെക്നിക്സ്. മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീതിങ് മെഡിറ്റേഷൻ, നിങ്ങൾ ശ്വസനത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. അതേപോലെ ബോഡി സ്കാൻ മെഡിറ്റേഷൻ, നിങ്ങളുടെ ബോഡിയിലെ വേദനകളും അതിൻ്റെ ടൈറ്റ്നെസ്സും ഉള്ള ശരീരഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധ നൽകുന്നു. അതും പ്രസന്റ് മൊമെന്റ് അവയർനെസ് ആണ്. അങ്ങനെ മൈൻഡ്ഫുൾ വാക്കിംഗ് ഉണ്ട്, നടത്തത്തിൽ നിങ്ങൾ ശ്രദ്ധ നൽകുന്നു, ചിന്തിക്കാതെ നടക്കുന്നു. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഉണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണമായിരിക്കും നിങ്ങൾ കഴിക്കുക. ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി മൈൻഡോടുകൂടിയാണ് ഹെൽത്തി ഫുഡ് കൂടെ കഴിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആവണമെങ്കിൽ ഹെൽത്തി മൈൻഡും കൂടി ആയിരിക്കും. ഓക്കെ, അങ്ങനെ മൈൻഡ്ഫുൾനെസ് ഓഫ് പോസ്റ്റേഴ്സ്, ഏത് പോസ്റ്ററിലാണ് നിൽക്കുന്നത്, വാക്കിംഗ്, സ്റ്റാൻഡിങ്, സിറ്റിംഗ്, ലൈങ് ഡൗൺ, കിടക്കുന്നത് അവസ്ഥ, ഏത് അവസ്ഥയിലാണോ അത് നിങ്ങളെല്ലാം തിരിച്ചറിയും. ഓക്കെ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് നിങ്ങൾ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ദുഃഖം പൂർണ്ണമായി മാറി വളരെ കാം, റിലാക്സ്ഡ് മൈൻഡായി, ആരോഗ്യമുള്ള മൈൻഡായി മാറും, ആരോഗ്യമുള്ള ശരീരമായി മാറും. അതാണ് ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രത്യേകത. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മൈൻഡ്ഫുൾനെസ് ഒരു പ്രസന്റ് മൊമെന്റ് അവയർനെസ്സിൽ മാത്രമല്ല നിലകൊള്ളുക. അതിന്റെ അഡ്വാൻസ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡ്ഫുൾനെസ് നിങ്ങളൊരു പ്രസന്റ് മൊമെന്റിലേക്ക് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ സമയത്ത് നിങ്ങളുടെ ഇന്നർ വേൾഡിൽ എന്താണ് നടക്കുന്നത് ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ബെല്ലിന് നിങ്ങൾ കാണുന്നു, ഈ ബെല്ലിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബെല്ല് കാണുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ബെല്ലിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നു എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഇവിടെ രണ്ടാമത്തെ സ്റ്റേജ്, അഡ്വാൻസ്ഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബെല്ലിനെ കാണുമ്പോൾ, ബെല്ലിന്റെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താവുന്ന അതാണ് നിങ്ങൾ, അതായത് തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. ബെല്ലിലല്ല നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ബെല്ലിലേക്ക് നോക്കുമ്പോൾ ബെല്ലിൽ ഉണ്ടാക്കുന്ന ശബ്ദത്തെയല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതിൻ്റെ കൂടെ ആ ശബ്ദം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. എന്ത് ചിന്തയാണ് അപ്പോൾ വരുന്നത്, എന്ത് ഫീലിംഗ് ആണ് അപ്പോൾ വരുന്നത്, എന്ത് ഇമോഷനാണ് വരുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. സോ യു ആർ ഓൾവേസ് ബി കോൺഷ്യസ് അബൌട്ട് ഓൾ ദി അൺകോൺഷ്യസ് പ്രോസസ് ഹാപ്പനിങ് ഇൻ യുവർ മൈൻഡ്. അപ്പോഴാണ് നിങ്ങളുടെ ഡിസ്റ്റർബ്ഡ് മൈൻഡ് കാം മൈൻഡായിട്ട് മാറാം. സോ മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ്ങിലൂടെ നിങ്ങളുടെ മൈൻഡ് 24 മണിക്കൂറും കാംനെസ്സിലേക്ക് നിലനിർത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.